ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്താറസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC റെയിൽവേയുടെ ഇന്ത്യൻ എക്കോണമി സീരീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബാങ്കിങ് ഇൻ ഇന്ത്യ പാർട്ട് 2. അപ്പം ബാങ്കിൻ്റെ ഫിസിക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയായിരുന്നു. അപ്പം ഇനിയും നോക്കാൻ പോകുന്ന ഈ സെഷനിൽ കുറച്ചുകൂടെ ഡേറ്റ്സും, അതായത് ഓരോ അബ്രിവേഷൻസും, അതായത് ഓരോ ബാങ്കിൻ്റെ എത്രയൊക്കെ ടൈപ്പ് ബാങ്ക് ഉണ്ട്, അതായത് അതിൻ്റെ വന്ന സമയങ്ങൾ, പിന്നെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ്. അപ്പം ഈ സെഷനും കൂടെ കഴിഞ്ഞ് നമ്മളിനി പോളിറ്റിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്കണോമി സീരീസ് കണ്ടിട്ട്, കാരണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള പോർഷൻസ് സെപ്പറേറ്റ് എടുത്ത് അതിൽ നിന്ന് കണ്ടന്റ് വൈസ് സീരീസ് ആയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഇന്ത്യൻ എക്കോണമി എന്നുള്ള, അതായത് ഇപ്പോൾ ഏതൊരു GK പാർട്ട് എടുത്താലും, ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വെയിറ്റേജ് കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയുടെ ടെംപ്ലേറ്റിലായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെയാണ് ജോഗ്രഫിക്കായാലും. ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ ആദ്യം, ഇൻ കേസ് നിങ്ങൾ GK എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ആണെങ്കിൽ ആദ്യം ഇന്ത്യൻ ജോഗ്രഫി, പിന്നെ ആൻഷ്യൻ്റ് ഇന്ത്യ, അങ്ങനെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. എക്കണോമിക്സ് ആയാലും ഇന്ത്യൻ എക്കോണമി ആദ്യം തീർക്കുക. പോളിറ്റിയാണ് ബേസിക്കലി ഇന്ത്യൻ പോളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളില്ല. ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഒക്കെ ഹിസ്റ്ററി ചെറുതേ പഠിക്കാനുള്ളൂ. ബട്ട് ജോഗ്രഫി വരാൻ നേരം സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇന്ത്യൻ ജോഗ്രഫിക്കായിരിക്കും. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പോളിറ്റിയാണ്. അപ്പോൾ എക്കോണമിയും പോളിറ്റിയും രണ്ടിനും സിലബസ് കുറവാണ്, ക്രിസ്പായിട്ടുള്ള സിലബസ് ആയിരിക്കും. നമുക്ക് മാക്സിമം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനും പറ്റും. ജോഗ്രഫിയും ഹിസ്റ്ററിയും പോലെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അല്ല. അപ്പം ഇത് രണ്ടും തീർത്തിട്ട്, ഇൻ കേസ് നിങ്ങളിപ്പോൾ GK പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ഐഡിയ ആണെങ്കിൽ ഫസ്റ്റ് ഇത് രണ്ടും തീർക്കുക. അതായത് പെട്ടെന്നൊരു എക്സാം വരുമ്പോൾ മാക്സിമം സ്കോർ ചെയ്യാൻ SSCയിലെ റെയിൽവേ എക്സാംസിനെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് തീർക്കുക. ദെൻ നെക്സ്റ്റ് ഏതാ ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ ജനറൽ സയൻസ് വായിച്ച് തീർക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തീർക്കാൻ പറ്റും രണ്ട് GKയുടെ രണ്ട് ടോപ്പിക്സ് എങ്കിലും, അതായത് പോളിറ്റിയോ എക്കണോമിക്സോ. അപ്പം നമുക്ക് പോയിന്റിലോട്ട് നോക്കാം. അപ്പോൾ ബാങ്കിങ് ഇൻ ഇന്ത്യയെ പറ്റി പറയുന്നത് ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ആദ്യം നോക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് വന്നത്. അത് 1770 ആൻഡ് അത് ഏത് സ്ഥലത്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? കൽക്കട്ട. അപ്പോൾ ഇന്ത്യയിൽ കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ബാങ്ക് വന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആയിരുന്നു 1770. ആൻഡ് ഇതുപോലെ തന്നെ മൂന്ന് ബാങ്കുകൾ, അതായത് ഇന്ത്യയുടെ ആ സമയത്തെ ട്രേഡിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള സിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആ പോയിന്റ്സിലും നമുക്ക് ബാങ്ക്സ് വന്നിട്ടുണ്ട്. അപ്പം ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ഇത് അതായത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ഇത് മൂന്നും പ്രസിഡൻസി ബാങ്ക്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം ആ സമയത്ത് വാണിജ്യ വ്യവസ്ഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ബംഗാളും കൽക്കട്ടയും പിന്നെ നമ്മുടെ മദ്രാസ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അവർ നോട്ട് ചെയ്തിട്ട് മൂന്ന് ബാങ്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, കൽക്കട്ടയിൽ 1770 ആൻഡ് ഫോളോഡ് ബൈ ബാങ്ക് ഓഫ് ബംഗാൾ എപ്പോൾ 1806 ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് 1843. അപ്പം ഇത് മൂന്നിനെ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? പ്രസിഡൻസി ബാങ്ക്സ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബാങ്ക്, പിന്നെ അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫൈസാബാദിൽ 1881 എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മാനേജ്ഡ് ബൈ ആൻ ഇന്ത്യൻ ബോർഡ്. അതായത് ഇന്ത്യൻ ബോർഡ് മാനേജ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ബാങ്ക് ആയിരുന്നു ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. 1881 ഫൈസാബാദിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആൻഡ് ദ ഫസ്റ്റ് പ്യുവർ ഇന്ത്യൻ, നമ്മൾ ഈ ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇന്ത്യൻ ബോർഡായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്, ഫുള്ളി ഇന്ത്യൻ അല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് പ്യുവർ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അത് ഇപ്പോഴും ഉണ്ടല്ലേ. അത് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ IBPSൻ്റെ സെലക്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആയ വർഷം 1894 ആൻഡ് ഇറ്റ്സ് ദ ലേബിൾഡ് ആസ് ഫസ്റ്റ് പ്യുവർ ഇന്ത്യൻ ബാങ്ക്. ദാറ്റ് ഈസ് എല്ലാ ബോർഡായാലും കംപ്ലീറ്റ്ലി ഓൺഡ് ആയാലും ഓണർഷിപ്പ് എല്ലാം പ്യുവർലി ഇന്ത്യൻസ് ആയിരുന്നു. ആൻഡ് ഏത് ടൈമിലായിരുന്നു? 1894. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി നോക്കി അടുത്തത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതല്ലേ. അപ്പോൾ അതിനെ ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സാധാരണ ബാങ്ക് കസ്റ്റമേഴ്സിന് കടം കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യും. ഈ ബാങ്കുകൾക്ക് ഈ സെയിം ഫംഗ്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ RBI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടും. ആൻഡ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ആൻഡ് കാരണം ഇപ്പം എസ്പെഷ്യലി ഈസ്റ്റേൺ, വെസ്റ്റേൺ പോയിന്റിലുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള റൂട്ട്സ് എല്ലാം ആ രീതിയിൽ കടന്നു പോകുന്നുണ്ട്. മുംബൈ ഒട്ടുമിക്ക എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ
ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലായിരിക്കും. അപ്പം RBIക്കും വ്യത്യാസമില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സും മുംബൈയിലാണ്. ആൻഡ് ഒരു രാജ്യത്തിന് ഓരോ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം എന്ന് പറയുന്നത് April 1, 1935. ആൻഡ് ഈ ബാങ്ക് നാഷണലൈസ്ഡ് ആയത്, കാരണം സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നാഷണലൈസ്ഡ് ആവണം. നാഷണലൈസ്ഡ് ആയ വർഷം എന്ന് പറയുന്നത് 1949 January 1. അപ്പം ഡേറ്റിൻ്റെ തീയതി മാസത്തിൽ വ്യത്യാസമുള്ളൂ, രണ്ടും 1-ാം തീയതിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം April 1, 1935. നാഷണലൈസ്ഡ് ആയ വർഷം 1-ാം തീയതി തന്നെയാണ്, പക്ഷേ January 1, 1949. അപ്പം അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ആൻഡ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ചുമതല എന്ന് പറയുന്നത് 14 ഡയറക്ടേഴ്സിനാണ്. അതുകൂടാതെ ഒരു ഗവർണർ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും പിന്നെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തൊരു ഗവൺമെൻറ് ഒഫീഷ്യലും കാണും. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുമ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് സർ സ്മിത്ത് ആണ്. അദ്ദേഹം ഒബ്വിയസ്ലി ഇന്ത്യക്കാരനല്ലായിരുന്നു, കാരണം ആ ടൈമിൽ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI എന്ന് പറയുന്നത് CD ദേശ്മുഖും ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് സർ സ്മിത്തും ആയിരുന്നു ഓഫ് RBI. ഓക്കെ അല്ലേ? ഇനി RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇഷ്യൂ ഓഫ് നോട്ട്സ്. നമ്മുടെ നാട്ടിൽ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ആൻഡ് RBI അഡോപ്റ്റഡ് ദ മിനിമം റിസർവ് സിസ്റ്റം. മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് 1957 മുതലുള്ള ഒരു സ്കീമാണ്. ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് 200 കോടി rupees, 200 കോടി, ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് 115 കോടി ഷുഡ് ബി ഇൻ ഗോൾഡ്. അതായത് അവരുടെ റിസർവ്സിനകത്ത് അവർ 200 കോടിയോളം രൂപ വെക്കും. ഔട്ട് ഓഫ് വിച്ച് 115 കോടിയെങ്കിലും സ്വർണ്ണത്തിലായിരിക്കണം. ഫോറിൻ അസറ്റ്സും അതിനകത്തൊപ്പം കാണും. ആൻഡ് പിന്നെ RBIക്ക് കോയിൻസും ഇത് മിൻറ്റ് ചെയ്യാൻ പറ്റും, ഒപ്പം നോട്ട്സും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം RBIയുടെ 1934 വന്ന RBI ആക്ട് പ്രകാരം, അത് ഇതുവരെ അമെൻഡ് ചെയ്തിട്ടില്ല, അമെൻഡ് ചെയ്താലേ നമുക്ക് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ RBI 1934 വന്ന RBI ആക്ട് പ്രകാരം അവർക്ക് നോട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 10,000 രൂപയുടെ വരെയുള്ള നോട്ടേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നെങ്കിലും ഡിനോമിനേഷൻ 1000 ഉള്ള കോയിൻസേ അവർക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതെന്തെങ്കിലും മാറ്റം അതിന് വരണമെങ്കിൽ ഈ 1934 RBI ആക്ട് നമ്മൾ അമെൻഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഓൾസോ മാനേജസ്, അതിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? നമ്മുടെ RBI ആയിരിക്കും. പിന്നെ അതല്ലാതെ വേറൊരു ഫംഗ്ഷൻ കൊണ്ടുകൊണ്ട് പറഞ്ഞായിരുന്നു, ബാങ്കേഴ്സ് ബാങ്ക് അല്ല, അതായത് ബാങ്കിന് കടം കൊടുക്കുന്നതും അവരുടെ റേറ്റ് നിശ്ചയിക്കുന്നതും ഒക്കെ ആരാണ്? RBI ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്സ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽസ് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. അതായത് ഓരോ ലെവലിനും അതിൻ്റേതായ പ്രത്യേകത കാണും. ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് 3 സെക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് 2 സെക്ഷൻസ് എന്ന് പറയുന്നത് ക്ലാസ്സസും ബേസിക് സർക്കിൾസും ആണ്. അപ്പോൾ അത് ഫുള്ളും ബേസിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അതായത് ക്ലാസ്സിൽ നിന്ന് പഠിച്ച നോളജ് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വർക്കൗട്ട് മെറ്റീരിയൽ തരും. അതിന് മുമ്പ് നിങ്ങൾക്കൊരു കോമൺ ടെസ്റ്റ് നടത്തി, അതായത് ഔട്ട് ഓഫ് പ്യുവർ റോ ടാലൻറ്റ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ടൊരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സർക്കിൾസ് ആക്കി അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. അപ്പോൾ അതായിരിക്കും ഇനി അങ്ങോട്ട് ഈ ബാച്ച് ബേസിക് സർക്കിൾ ബാച്ച് എൻഡ് ചെയ്യുന്ന വരെയുള്ള നിങ്ങളുടെ സ്റ്റഡി പാർട്ട്നേഴ്സ്. അപ്പോൾ അവരോടൊപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബേസിക് സർക്കിൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ എന്താണ്, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിയും കൂടും. കാരണം മെയിൻസ് ലെവൽ അപ്രോച്ച് ആയിരിക്കും ആ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ അവിടെയും നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ആ ടൈമിൽ എലിജിബിലിറ്റി ടെസ്റ്റ് കുറച്ചുകൂടെ പാടായിരിക്കും. ഒരു CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, നമ്മുടെ ലാബ് വെച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി കട്ട് ഓഫ് കാരണാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിളിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2 സെഷനിലെ ബേസിക്സ് നിങ്ങൾ സെറ്റ് ആക്കിക്കോണം. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രീം സർക്കിളിലും ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ബാച്ച് ആയിരിക്കും വരുന്നത്. അതായത് ഓരോ എക്സാമിനും മുന്നോടി ഒരു 2 അല്ലെങ്കിൽ മാക്സിമം 1 മന്ത് മുമ്പ് എങ്കിലും വരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും സൂപ്പർ ബാച്ച്. അതായത് ഒരു മോക്ക് മെറ്റീരിയൽ തരും ആ പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രം. ഇപ്പോൾ ഇനിയും വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വന്നു, ഇനി അടുത്ത വരാൻ പോകുന്ന CPO ആണെങ്കിൽ CPOയ്ക്ക് വേണ്ടി മാത്രം ഒരു 54 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേ പ്രോഗ്രാം ആയിരിക്കും. അപ്പം കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെയും നിങ്ങൾ സർക്കിൾസ് ആക്കി ഇരുത്തും. അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് കാണും. അതിനുശേഷം വരുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ RIP. അതായത് RIP ഓൾറെഡി ഇപ്പം നിങ്ങളിപ്പം പഠിച്ചു, നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ എക്സാം ഒക്കെ എഴുതി, ഇനിയും റിസൾട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാം വരാൻ കുറച്ച് സമയമെടുക്കും.
അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചാൽ ഒരു മന്ത് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെവൽ കൺസിഡറബിളി താഴോട്ട് പോകും. അപ്പോൾ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്ന ലാസ്റ്റ് സ്റ്റേജാണ് മോക്ക് ഇൻ്റർവ്യൂ. PO എക്സാംസ്, അതായത് ബാങ്ക് PO എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ചേർത്താണ്, മെയിൻസ് എക്സാമിൻ്റെയും കൂടെ ചേർത്താണ് നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ചർച്ച ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, അതായത് ക്യാമ്പസിൽ വന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫ്ലൈനിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറിച്ച് ഓൺലൈൻ, അതായത് വീടിൻ്റെ കംഫർട്ട്നെസ്സിലിരുന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൻ്റെ കോച്ചിങ് പ്രിഫർ ചെയ്തിട്ട് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തത് നമ്മുടെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ബേസിക്കലി അതിനെ SBI എന്ന് ഞാൻ ലോഗോ ഇട്ടത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എൻ്റെ SBIയുടെ ആദ്യത്തെ പേരായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജനുവരി 1921 ബൈ അമാൽഗമേഷൻ ഓഫ് ദ 3 പ്രസിഡൻസി ബാങ്ക്. 3 പ്രസിഡൻസി ബാങ്ക്സ് ഏതൊക്കെയായിരുന്നു? ബാങ്ക് ഓഫ് മദ്രാസ്, ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞേ. ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, പിന്നെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, പിന്നെ ബാങ്ക് ഓഫ് ഇത് കൽക്കട്ടയിലാണ്, കൽക്കട്ട 1870. പിന്നെ ബാങ്ക് ഓഫ് മദ്രാസ്, ഹിന്ദുസ്ഥാൻ. ലാസ്റ്റ് ബാങ്ക് ഏതാണെന്ന് നോക്കട്ടെ. ലാസ്റ്റ് ബാങ്ക് ഓഫ് ബംഗാൾ, സോറി മുംബൈ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് ഓഫ് ബംഗാൾ, കാരണം പാർട്ടീഷൻ ചെയ്യാൻ സമയത്തിൻ്റെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം കൽക്കട്ട ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്, അപ്പം ബംഗാളും. ആ ടൈമിൽ നമുക്ക് ഒരു കാര്യം കൂടെ ആലോചിച്ചോണേ, ഈ സമയത്തെ ഏരിയയിൽ മറ്റേ ബംഗ്ലാദേശിൻ്റെ സൈഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനും ബാങ്ക് ഓഫ് ബംഗാളും, ഈ 3 ബാങ്കും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് 1921 ഫോം ചെയ്തതാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് പിന്നെ 1955 നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുമായിരുന്നു. അപ്പം 1955 SBI എന്നുള്ള പേരിൽ വരുന്നത്. അത് 1921 ഫസ്റ്റ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ലേബലിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ഇനിയിപ്പം നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 14 ബാങ്ക്സ് നാഷണലൈസ് 1969 14 ബാങ്ക്സ് നാഷണലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം 14, അത് ആലോചിച്ച് വെച്ചേക്കണം. ഇത് പല ടൈമിലും നമ്മുടെ പ്രീവിയസിൽ ചോദിച്ചേക്കുന്നുണ്ട്. വർഷവും എണ്ണവും 1969 അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന വർഷം നാഷണലൈസ്ഡ്, അതായത് നാഷണലൈസേഷൻ വന്ന സമയത്ത് എത്ര ബാങ്ക് നാഷണലൈസ് ചെയ്തു. അതുപോലെ തിരിച്ചും ചോദിക്കും 14 ബാങ്ക്സ് വേർ നാഷണലൈസ്ഡ് ഇൻ ഇന്ന വർഷം. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തോണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഷണലൈസേഷൻ പറയാൻ നേരം നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LBS. അപ്പോൾ LBSൻ്റെ മെയിൻ അജണ്ട എന്തായിരുന്നു? അപ്പോൾ LBS പ്രകാരം അസൈൻസ് ലീഡ് റോൾസ് ടു ഇൻഡിവിജ്വൽ ബാങ്ക്സ് ഫോർ ദ ഡിസ്ട്രിക്ട്സ് അലോട്ടഡ് ടു ദം. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു മെയിനായിട്ടൊരു അതിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടൊരു ബാങ്കിന് ചുമതല കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ബാങ്കിനെയും അസൈൻ ചെയ്യുന്നത് ലീഡ് ബാങ്ക് സ്കീം വഴിയായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുടെ ലോണ് അല്ലെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത് ഈ അസൈൻ ചെയ്തേക്കുന്ന ബാങ്ക് ആയിരിക്കും. ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്ക് ആവാം, റൂറൽ ബാങ്ക് ആവും. അത് ഡിപ്പെൻസ് ഓൺ ആ അസൈൻ ചെയ്തേക്കുന്ന ഇതിനനുസരിച്ച്. എൻ്റെ അടുത്ത് നോക്കിക്കേ, ഈ ലീഡ് ബാങ്ക് സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969. സോ ഇറ്റ് വാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969 ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ആരുടെ? ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു ഈ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറഞ്ഞൊരു ആശയം മുന്നിട്ട് വന്നത്? ഗാഡ്ഗിൽ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം. ആൻഡ് ഫൈനലൈസ്ഡ് ചെയ്തത് നരിമാൻ കമ്മിറ്റി. അതായത് സ്റ്റഡി ഗ്രൂപ്പ്, ഗാഡ്ഗിൽ നടത്തിയ സ്റ്റഡി ഗ്രൂപ്പ് പ്രകാരം ഇങ്ങനൊരു ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് എത്തിച്ചു. ഇനി അത് ഫൈനലൈസ് ചെയ്ത്, അതായത് ഇത് നടപ്പാക്കണമെന്ന് ഫൈനലൈസ് ചെയ്തത്
ബൈ ദ നരിമാൻ കമ്മിറ്റി. നരിമാൻ കമ്മിറ്റിയാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം വരാൻ നേരം മാറിപ്പോയല്ലോ. സോ ലീഡ് ബാങ്ക് സ്കീം, ദ ഫൈനലൈസേഷൻ ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡക്ഷൻ വാസ് ഡൺ ബൈ നരിമാൻ കമ്മിറ്റി. ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് അല്ല, അത് ഓപ്ഷനിൽ കാണും, പക്ഷേ തിരിഞ്ഞു പോകല്. പിന്നെ അതുപോലെ തന്നെ ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഐഡിയ ഫസ്റ്റ് ഇവോൾവ് ആയത് എന്ന് പറയുകയാണെങ്കിൽ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പാണ്. ഓക്കെ. ഇനിയും റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBs എന്ന് പറയും. അതായത് നമുക്കാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ അങ്ങനത്തെ, അതായത് റൂറൽ ഏരിയാസിൻ്റെ ഫൈനാൻഷ്യൽ ഫങ്ഷൻസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിൽ വന്നതാണ്. ഏത് വർഷം വന്നു? 1975. ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡെവലപ്പ് ദ, പറഞ്ഞേക്കുന്ന പോലെ റൂറൽ എക്കോണമി ബൈ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ആൻഡ് എൻകറേജിങ് ദ അതർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയസ്. അതായത് നമ്മുടെ കുറേ ഇപ്പം നോർത്തിലോട്ടൊക്കെ കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ പ്യുവർ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അതായത് അവർക്ക് ഈ ഡയറക്റ്റ് പണമിടപാട് അല്ലാതെ മറ്റേ നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഇങ്ങനത്തെ സിസ്റ്റംസ് അറിയത്തില്ല. അപ്പോൾ അതും കൂടെ കൊണ്ടുവരുവാൻ അവർക്ക് കൂടുതൽ സ്റ്റാൾ തുടങ്ങാൻ പറ്റും, കുറച്ചുകൂടെ സ്മൂത്ത് ട്രാൻസാക്ഷൻ വരുന്ന വഴി അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അതിൻ്റെ ഒരു ഇറങ്ങിച്ചില്ലേക്ക് വേണ്ടിയിട്ടാണ് റൂറൽ ബാങ്ക് നമ്മുടെ നാട്ടിൽ 1975 അങ്ങനെ ഒരു കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ എൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് റൂറൽ എക്കോണമി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക. കാരണം മാക്സിമം റിസോഴ്സസ് വഴി നമുക്ക് എക്കോണമി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന റൂറൽ ഏരിയാസ് ആണ് മനസ്സിലായതുകൊണ്ട്. ആൻഡ് ദ ഫസ്റ്റ് RRB വാസ് ഏതാണ്? പ്രഥമ ബാങ്ക്, മൊറാദാബാദിലെ. അപ്പോൾ ഓരോ റൂറൽ ബാങ്കിനും സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കും. അപ്പോൾ പ്രഥമ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്പോൺസേഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പോൾ പ്രഥമ ബാങ്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന മൊറാദാബാദ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സ്പോൺസേഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. ഇനി കേരള ഗ്രാമീൺ ബാങ്ക്, നമ്മുടെ സ്വന്തം കേരള ഗ്രാമീൺ ബാങ്ക്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറം. അപ്പോൾ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഇതുവരെ ബൈ ഫാർ ദ ലാർജസ്റ്റ് RRB. അതായത് ലാർജസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് RRB എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സ്പോൺസേഡ് ബൈ കാനറ ബാങ്ക്. കാനറ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയും പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക. അതായത് നോക്കിയേ, എ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ഇൻ വിച്ച് customers can open a savings account with deposits up to ₹1 lakh. However, these banks cannot lend money to the customers. അതായത് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തിനകം വരെയുള്ള ഡെപ്പോസിറ്റ്സ് കസ്റ്റമേഴ്സിന് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് തുടങ്ങാൻ പറ്റും. പക്ഷേ ഈ ബാങ്ക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് cannot lend money to their customer. അവരുടെ കസ്റ്റമേഴ്സിന് മണി ലെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇത് നോക്കണം, മണി ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ആൻഡ് ഇങ്ങനൊരു ആശയം ലോഞ്ച് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു? നാച്കേത് മോർ കമ്മിറ്റി. അപ്പോൾ ഓരോ കമ്മിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഫൈനാൻഷ്യലി ഓരോ കാര്യങ്ങൾ പഠിക്കാൻ നേരം അത് വെറുതെ ഇറക്കുന്നതല്ല, അതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷമായിരിക്കും. അപ്പോൾ അത് ഏത് കമ്മിറ്റി നടത്തി, ഏത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഫൈനലൈസ് ചെയ്ത്, ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു ഫസ്റ്റ് ഐഡിയ വന്നത്, ഈ രണ്ട് കൺസെപ്റ്റും കൂടെ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നാച്കേത് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത്. ആൻഡ് സച്ച് ബാങ്ക്സ് ആർ ലൈസൻസ്ഡ് അണ്ടർ, ഇതും കൂടെ നോക്കിയോ, സെക്ഷൻ 22 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പം നമ്മുടെ RBI ആക്ട് ഏത് വർഷമായിരുന്നു? RBI ആക്ട് 1934. അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ രണ്ട് ആക്ട്സിനും ബാങ്കിൻ്റെ ഫൈനൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിനുള്ള പവറുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ഈ ബാങ്ക്സിന് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ പവറുള്ളത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. അത് 1949 വന്ന് അതിൻ്റെ ഏത് സെക്ഷൻ? സെക്ഷൻ 22 പ്രകാരം. ഓക്കെ അല്ലേ? ഇനിയും അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇനിയും ഇതല്ലാതെ നമ്മൾ RRBs നോക്കി, പേയ്മെൻറ്റ് ബാങ്ക്സ് നോക്കി, അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നോക്കേണ്ടതാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ EXIM എന്ന് പറയും. അത് വന്ന വർഷം 1982. ആൻഡ് അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്ന പർപ്പസ് എന്ന് പറയുന്നത് ഗ്രാൻസ് ക്രെഡിറ്റ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഫോർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതായത് ഇൻ്റർനാഷണൽ ആഗോള മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ക്രെഡിറ്റ് നൽകുക എന്നുള്ളതാണ് ആരുടെ? EXIM ബാങ്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. വന്ന വർഷം 1982. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് വന്നതും 1982. അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, റൂറൽ എക്കോണമി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ അരിച്ചു പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റീഫൈനാൻസ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിനും അതുപോലുള്ള RRBസിനും
കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1982 നബാർഡും എക്സിം ബാങ്കും വന്നത്. അപ്പം എക്സിം ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ടേഴ്സിന് ക്രെഡിറ്റ് നൽകുക സോ ദാറ്റ് ദേ ക്യാൻ ഡു ദെയർ ഓപ്പറേഷൻസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് നബാർഡ് റൂറൽ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പിന്നെ നോക്കിയേ, പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB അത് വന്ന വർഷം 1988. അത് RBIയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആണ്. അതും കൂടെ ആലോചിച്ചോണം. ആൻഡ് പ്രൊവൈഡ്സ് ഫൈനാൻസ് ഫോർ പേര് തന്നെ ഉണ്ടല്ലേ ഹൗസസ്, അതായത് ഹൗസ് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള മെയിൻ ഫംഗ്ഷനിൽ തുടങ്ങിയതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. വന്ന വർഷം 1988 ആൻഡ് ഇറ്റ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് RBI. ഇനി നോക്കാൻ പോകുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഈ നോക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോയിന്റ് മിക്കതും നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കാൻ നേരം കാണുന്നതാണ്. സിഡ്ബിയുടെ ഇങ്ങനെ കമ്മിറ്റി ഇത്രയും പേരെ അപ്പോയിൻറ്റ് ചെയ്തു ഇന്ന കാര്യങ്ങൾ നോക്കാനായിട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്ന വർഷം 1990. നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇല്ല, അപ്പോൾ ആ ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുക, അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, അതിൻ്റെ അതുവഴിയുള്ള എക്കോണമിക് കോൺട്രിബ്യൂഷൻ കൂട്ടുക എന്നുള്ളൊരു ഐഡിയയിലാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ സിഡ്ബി 1990 നിലവിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുദ്ര ബാങ്ക് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രധാനമന്ത്രി മുദ്ര യോജന. നമ്മൾ സ്കീംസ് നോക്കിയായിരുന്നല്ലേ. അപ്പോൾ പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ അടിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ കീഴിലാണ് മുദ്ര ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആ ഒരു സ്കീമിൻ്റെ ഇത് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആൻഡ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റെൻഡ് കൊളാട്രൽ ഫ്രീ ലോൺസ് ബൈ ബാങ്ക്സ്, അതായത് ബാങ്ക്സോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫൈനാൻസ് കോർപ്പറേഷൻസോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നൽകാൻ പറ്റുന്ന ലോൺസ് കൊളാട്രൽ ഫ്രീ ആക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് മുദ്ര ബാങ്ക് നിലവിൽ വന്നത്. ആൻഡ് ഫൈനലി നോക്കുകയാണെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. 1988 RBIയുടെ ഹോളി ഓൺഡ് സബ്സിഡറി വന്നു. അല്ലെ ഹൗസ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗം അല്ലെങ്കിൽ വീടുകളൊക്കെ നിർമ്മിക്കാനുള്ള ലോണും ക്രെഡിറ്റും നൽകുക എന്നുള്ള ഒരു പർപ്പസിൽ. അപ്പോൾ നമ്മുടെ എക്കോണമി സെഷൻ ഇതോടുകൂടി വൈൻഡപ്പ് ആവുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ പോളിറ്റി ആയിരിക്കും. അപ്പം രണ്ടും സിലബസ് ക്രിസ്പാണ്. അപ്പോൾ മാക്സിമം പഠിച്ചു പോകാനുള്ളൊരു ഡെപ്ത് നമുക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം സ്കോർ ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഇതിലായിരുന്നു നമ്മൾ സീരീസ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇൻട്രൊഡക്ഷനുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.